നമസ്കാരം. ജോബ് ഇൻഫോ പ്ലസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു നീണ്ട ഗ്യാപ്പിന് ശേഷമാണ് ഇന്നൊരു വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു നമ്മുടെ ചാനലിൽ, അതായത് ജോബ് ഇൻഫോ പ്ലസ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ ഒരു 6 മാസങ്ങളായിട്ട് ഞാൻ വീഡിയോസ് ഒന്നും തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഈ 6 മാസ കാലയളവിനിടയിലായിട്ട് GDSന്റെ പുതിയൊരു റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് നടന്നിരുന്നു. അതിന്റെ റിസൾട്ട് വന്നു, അതിന്റെ അപ്പോയിന്റ്മെന്റ് കഴിഞ്ഞു, കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിലും അല്ലാത്തവരാണെങ്കിലും ഒക്കെ ഒരുപാട് പേര് എനിക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തേ ചേച്ചി വീഡിയോസ് ചെയ്യാത്തെന്നുള്ള കാര്യം. അപ്പൊ ആ ഒരു ഗ്യാപ്പ് വന്നുപോയി. 6 മന്തിന്റെ ഗ്യാപ്പാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതിനുശേഷം ആ 6 മന്ത് ഗ്യാപ്പിന് ശേഷം ഞാൻ പോസ്റ്റ് ചെയ്യുന്ന ഫസ്റ്റ് വീഡിയോയാണിത്. അപ്പൊ നിങ്ങൾക്ക് പുതിയ പുതിയ ജോബ് അവസരങ്ങൾ, അതായത് ഗവൺമെന്റ് ഫേം ആയിക്കോട്ടെ, പ്രൈവറ്റ് ഫേം ആയിക്കോട്ടെ, എന്തും, അതായത് ഞാൻ നന്നായിട്ട് അനലൈസ് ചെയ്തിട്ടാണ് ഒരു ജോബ് ഓപ്പർച്യൂണിറ്റിയെ കുറിച്ച് വീഡിയോസ് ചെയ്യാറ്. അപ്പൊ അങ്ങനെ നമ്മൾ അത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ എഫോർട്ട് ഇട്ട് ചെയ്യുമ്പം നിങ്ങൾ തീർച്ചയായിട്ടും അതിന് ഒരു വാല്യൂ കൊടുക്കുക. അതായത് ആ ഒരു നിങ്ങൾക്കിപ്പം യൂസ്ഫുൾ ആയി തോന്നിയിട്ടില്ല എങ്കിൽ പോലും നിങ്ങളെ ഇപ്പൊ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ആർക്കെങ്കിലും ഒക്കെ ചിലപ്പോൾ അതൊരു അതുകൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാവാം. അപ്പൊ തീർച്ചയായിട്ടും അത് റെക്കമെൻഡ് ചെയ്യുക, അതായത് ഷെയർ ചെയ്യുക. അങ്ങനെയൊക്കെ വരുമ്പോഴാണ് നമ്മുടെ വീഡിയോസ് കുറച്ചുകൂടെ റീച്ചിലേക്ക് എത്തുക. അപ്പം GDS പോസ്റ്റ് ഓഫീസ് അത് നമ്മൾ തീർച്ചയായിട്ടും വീഡിയോസ് ചെയ്യും. എങ്കിലും പുതിയ പുതിയ തൊഴിലവസരങ്ങളെ കുറിച്ചുള്ള വീഡിയോസും നമുക്ക് ചെയ്തേ പറ്റുള്ളൂ. കാരണം നമുക്ക് പുതിയ പുതിയ ടോപ്പിക്സ് വേണം വീഡിയോസ് ചെയ്യാൻ. അപ്പൊ അതിനുള്ള ഒരു മെത്തേഡ് എന്ന് പറയുന്നത് പുതിയ പുതിയ വേക്കൻസീസ് നിങ്ങളുടെ അരികിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു കാര്യമാണ്. അപ്പൊ നല്ല നല്ല വേക്കൻസീസ് മാത്രമേ ഉള്ളൂ ഞാൻ ചെയ്യാറുള്ളൂ. അതും വിശദമായിട്ട് ഡീറ്റെയിൽസ് നോക്കിയിട്ട് തന്നെയാണ് ചെയ്യാറ്. അപ്പൊ അത് തീർച്ചയായിട്ടും പ്രയോജനപ്പെടുത്താം. പിന്നെ ഞാൻ വന്നിരിക്കുന്നത് റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡിൽ വിളിച്ചിട്ടുള്ള അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് വേക്കൻസികളെ കുറിച്ച് പറയാൻ വേണ്ടിയാണ്. ഏറ്റവും റീസെന്റ് ആയിട്ട് വിളിച്ചിട്ടുള്ള ഒരു ജോബ് വേക്കൻസിയാണിത്. അപ്പൊ ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ട സ്റ്റാർട്ട് ഡേറ്റ് എന്ന് പറയുന്നത് ഏപ്രിൽ 12-ാം തീയതിയാണ്. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ അപേക്ഷിക്കാനുള്ള സമയമാണ്. മെയ് മാസം വരെ നമുക്ക് ഇതിലേക്ക് അപേക്ഷ സ്വീകരിക്കും. അതേപോലെ തന്നെ ഇതിലേക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്? www.rrbapply.gov.in എന്ന വെബ്സൈറ്റിലൂടെ ആർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പൊ ഇതിന്റെ ക്വാളിഫിക്കേഷൻ എന്താണ് വേണ്ടതെന്ന് അറിയണ്ടേ? SSLC അതേപോലെ തന്നെ ITI ഡിപ്ലോമ ഉള്ളവർക്ക് ഇതിലേക്ക് ഈസി ആയിട്ട് അപേക്ഷിക്കാം. ഏജ് റിലാക്സേഷൻ ഉണ്ട്. ഏജ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത് 30 വയസ്സ് വരെ ഉള്ളവർക്കാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. അപ്പൊ അതായത് റിസർവേഷൻ കാറ്റഗറിക്ക് ഏജ് റിലാക്സേഷൻ ലഭിക്കും. തുടങ്ങിയ കാര്യങ്ങൾ, ഇങ്ങനെയുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി നിങ്ങൾ ആ നോട്ടിഫിക്കേഷൻ വിശദമായിട്ട് വായിച്ചാൽ മതി. ഇത് ജസ്റ്റ് ഒരു ഇൻട്രോ പോലെയാണ് ഞാൻ പറയുന്നത്. അപ്പൊ ബ്രീഫായിട്ട് ഞാൻ പറഞ്ഞു പോവുകയാണ്. അപ്പം നിലവില് അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് വേക്കൻസീസ് വിളിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഒരു അവസരം പ്രയോജനപ്പെടുത്താം. പുതിയൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.